വീഡിയോ എന്ന് പറയുന്നത് ബട്ടൺ ഹോൾ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ഡിഫറെൻറ്റ് ഷേപ്സ് വരെ എടുത്തിരുന്നു. ഇന്ന് 8ാമത്തെ ക്ലാസ്സാണ്. അതിൽ ബട്ടൺ ഹോൾ സ്റ്റിച്ച് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഞാനിവിടെ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഒരു 2 ലൈന് വരച്ച് വെച്ചിട്ടുണ്ട്. ആ ലൈനിലാണ് നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. സിൽക്ക് ത്രെഡിൽ ഈ കാണിക്കുന്ന സ്റ്റിച്ചുകളെല്ലാം എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് സിൽക്ക് ത്രെഡിൽ ഈസി ആയിട്ട് ത്രെഡ് വരും. പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഞാനിവിടെ സിൽക്ക് ത്രെഡിൽ നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടിയിലോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാൻ സിംഗിൾ ബട്ടൺ ഹോളാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ലെങ്ത്തിൽ വരണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈസി ആവുന്ന സമയത്ത് മാർക്ക് ചെയ്യണമെന്നില്ല, അല്ലാണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഫസ്റ്റ് എപ്പോഴും നമ്മൾ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് എല്ലാം സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. അതിന് ശേഷം അളവൊന്നും ഇല്ലാതെ വരയ്ക്കാതെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഡോട്ട്സ് ഇടാണ്. അരയോ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലൊക്കെ ഫസ്റ്റ് ചെയ്ത് നോക്കുക. അതിന് ശേഷം ജസ്റ്റ് 2 ലൈന് മാത്രം വരച്ചിട്ട് ഒന്ന് ഡോട്ട് ഇടാതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതാണ് മെയിൻ ആരി വർക്കിൽ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് വരാൻ. അതുപോലെ തന്നെ സിൽക്ക് ത്രെഡ് നന്നായിട്ട് വഴങ്ങി വരണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇതിൽ പ്രാക്ടീസ് ചെയ്യണം. ഏതൊരു സ്റ്റിച്ചും നമുക്കിതിൽ ചെയ്യാൻ പറ്റണം. അതിന് നന്നായിട്ട് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഞാനത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് ഞാനിപ്പോൾ ഫസ്റ്റ് ലൈന് ഇതിന് 1 എന്നും ഇതിന് 2 എന്നും കൊടുക്കുന്നുണ്ട്. ഈ 1ഉം 2ഉം എന്ന് കൊടുത്തതിൽ ഈ 2 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കുത്തിയിട്ട് ത്രെഡ് മുകളിലേക്ക് എടുക്കുക. ത്രെഡ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ഇതുപോലെ 2 ത്രെഡ് നീഡിൽ തന്നെ ഉണ്ടാവണം. നേരെ സ്ട്രെയിറ്റായിട്ട് 1ലേക്ക് പഞ്ച് ചെയ്ത് ത്രെഡ് ചുറ്റി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ താഴേക്ക് വലിക്കുക. ഓപ്പോസിറ്റ് സൈഡിലേക്ക് കുറച്ചൊന്ന് പയ്യെ വലിക്കുക. ദെൻ അവിടെ ഒരു ലോക്ക് കൊടുക്കുക. ലോക്ക് എന്ന് പറയുന്നത് ചെറിയ ചെയിനെയാണ് ലോക്ക് എന്ന് പറയുന്നത്. ഇനി ഇങ്ങോട്ടേക്ക് വലിച്ചെടുത്ത് നേരെ എന്ത് ചെയ്യുക, നമ്മൾ ഒരു 1/2 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്തില്ലേ, അതിലേക്കൊന്ന് പഞ്ച് ചെയ്യുക. ത്രെഡ് ചുറ്റുക, മുകളിലേക്ക് ത്രെഡ് എടുക്കുക. ഇനി നേരെ സ്ട്രെയിറ്റ് 1ലേക്ക് പോവുക. ഒരുപാട് വലിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിച്ചിൽ വരും അതിന്. ഇതിപ്പോൾ ക്ലോത്ത് കുറച്ച് ലൂസായിട്ടുണ്ട്, അതുകൊണ്ടാണ്. നന്നായി ടൈറ്റായിട്ട് ക്ലോത്ത് വെക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നല്ലോണം വരും. സെയിം ഇതേപോലെ തന്നെ നമ്മൾ എത്രയാണോ മാർക്ക് ചെയ്തത് ആ ലെങ്ത്തിൽ ചെയിൻ ഇട്ടിട്ട് പിന്നെ 1ലേക്ക് പോവുക, റിവേഴ്സ് വരിക. ഈ വലിക്കുന്ന സമയത്ത് ഒരുപാട് പ്രഷർ കൊടുക്കരുത്. ചെറുതായി ഒന്ന് വലിച്ചാൽ തന്നെ അതവിടെ ലോക്ക് ആയിക്കോളും. ഇനി ചെറിയ ലോക്ക് ഇടുക. ആ ലോക്ക് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ചെയിൻ അവിടെ നിന്ന് അനങ്ങാതിരിക്കാൻ. ഇനി ഞാൻ ലോക്ക് ഇടാതെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് നോക്കി നോക്കൂ. ഇവിടെ ഒരു ചെയിൻ കൊടുത്തു. ഞാൻ നേരെ മുകളിലേക്ക് 1 ലൈനിലോട്ട് പോയി നേരെ റിവേഴ്സ് വന്നു. ഇവിടെ ഓക്കെ ലോക്ക് ഉണ്ട്. ഞാൻ ലോക്ക് ഇല്ലാതെ പോവുകയാണ്. നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് കിട്ടുന്നില്ല, ഒരു ഫിനിഷിങ് കിട്ടുന്നില്ല അല്ലേ, ഒരു വളഞ്ഞ് കുറച്ചൊരു ചെരിവ് വരുന്നുണ്ട്. അത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോക്ക് ഇടുന്നത്. ലോക്ക് ഇല്ലാതെ നമുക്ക് അങ്ങനെ ചെയ്തു പോകാം. കുറച്ചും കൂടെ അടുത്തടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോക്കിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ലോക്ക് ഇട്ട് ചെയ്താൽ അത് കറക്റ്റായിട്ട് നീറ്റായിട്ട് അവിടെ നിന്നോളും.
സെയിം ഇതേപോലെ തന്നെ എല്ലാം ചെയ്യാം. ആദ്യം ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ആ സിൽക്ക് ത്രെഡ് ചെയിൻ ഇട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ലൈൻ ഇട്ടിട്ട് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഒരേ വിഡ്ത്തിലായിരിക്കും സ്റ്റിച്ച് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ സിൽക്ക് ത്രെഡിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, എങ്കിലേ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം. അവസാനിപ്പിക്കുന്ന സമയത്ത് സെയിം നമ്മൾ മേലെ 1 ലൈനിലേക്ക് ലൈൻ നമ്പർ 1ലേക്ക് പോയില്ലേ, അതേപോലെ പോയി റിവേഴ്സ് വന്ന് ഇവിടെ ലോക്ക് കൊടുക്കുക. എന്നിട്ട് ഇവിടെ എൻഡ് നോട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഈ ബട്ടൺ ഹോൾ സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ലീഫിൽ ഫ്ലവറിലൊക്കെ ഫില്ല് ചെയ്യാം. ഇങ്ങനെ ലൈൻസ് മാത്രമല്ല, ബോർഡേഴ്സായിട്ട് കൊടുക്കുക, ഫ്ലവേഴ്സ് കൊടുക്കുക, ലീഫിന് കൊടുക്കുക, ലീഫിൻ്റെ സ്റ്റെമ്മിന് കൊടുക്കുക, അങ്ങനെയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങളിതൊന്ന് എന്തായാലും പ്രാക്ടീസ് ചെയ്ത് നോക്കണം. സിൽക്ക് ത്രെഡിൽ മാത്രമല്ല സരി ത്രെഡിലും ചെയ്യാൻ. നമുക്ക് സിൽക്ക് ത്രെഡിൽ ഫസ്റ്റ് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ സരി ത്രെഡിൽ ആദ്യം ചെയ്ത് നോക്കി ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സിൽക്ക് ത്രെഡിലേക്ക് എടുത്തൊന്ന് ചെയ്ത് നോക്കുക. എന്തായാലും സിൽക്ക് ത്രെഡിൽ ഇത് ചെയ്തേ പറ്റൂ. എങ്കിൽ നല്ല നമുക്ക് സിൽക്ക് ത്രെഡിൽ നല്ല പ്രാക്ടീസാണിത്, ഇങ്ങനെയുള്ള സ്റ്റിച്ചുകളൊക്കെ ചെയ്യുന്നത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. ബൈ.